ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാനിവിടെ കുറച്ച് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. കണ്ടോ, ബോയിൽ ചെയ്താണ്. ഇതിൻ്റെ തോല് കളഞ്ഞെടുക്കണം. അതുപോലെ തന്നെ കുറച്ച് ചെമ്മീൻ, ഇത് ഒരു ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചതാണ്. മുളക്, മഞ്ഞൾ, പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ഉപ്പിട്ടിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാനുണ്ട്. അത് മിക്സിൻ്റെ ജാറിലിട്ട് ക്രഷ് ചെയ്യുക. ഈ ഉരുളക്കിഴങ്ങ് നമുക്കൊരു മാഷർ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ നന്നായി ഉടച്ചെടുക്കണം. മിക്സിൻ്റെ ജാറിലിടരുത്. നമുക്ക് ചെമ്മീൻ ക്രഷ് ചെയ്തെടുക്കാം. അതിന് കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൽ മുളകിൻ്റെ പൊടി, മഞ്ഞളിൻ്റെ പൊടി, പെരിഞ്ജീരകം ഒക്കെ ഇട്ടതാണ്. പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ഉപ്പ് എല്ലാം ഇട്ടിട്ടുണ്ട്. കുറച്ച് സവാള പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക്, ഇത് ഒരു സവാള, ചെറിയ സവാളയാണ്. ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്യാം. പൊടിച്ചെടുത്ത ഉരുളക്കിഴങ്ങാണ്. ഇതാ ഒരു കപ്പ് ഫുള്ളുണ്ട്. പിന്നെ ഇതാ 2 കപ്പ് ഉരുളക്കിഴങ്ങുണ്ട്. അങ്ങനെ ഇതിലേക്ക് നമുക്ക് കുറച്ച് കോൺഫ്ലവർ ചേർത്ത് 1 കപ്പ് കോൺഫ്ലവർ ഉണ്ട്. അതെല്ലാം ചേർത്തെടുക്കണം. നമുക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ലേശിട്ട് കൊടുക്കാം. ഉപ്പ് ചേർത്തെടുക്കാം. ഇനി ഇത് കുഴച്ചെടുക്കാം. കുറച്ച് ചില്ലി ഫ്ലേക്സ് എണ്ണയിൽ ഒന്ന് വാട്ടിയെടുത്താണ്. ഇതെല്ലാം ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് നന്നായി കുഴച്ചെടുക്കാം. ഇനിയിപ്പോൾ കോൺഫ്ലവർ ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ചെയ്യാണ്ടിരിക്കണ്ട, അരിപ്പൊടി ചേർത്താൽ മതിയേ. കണ്ടോ, ഇതെല്ലാം നന്നായി ചേർത്തെടുത്തിട്ടുണ്ട്. അത് കുഴച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ചെറുനാരങ്ങൻ്റെ നീര് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഒരു പുളിപ്പ് ആവശ്യമുണ്ട്, എങ്കിലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ലേശം കൂടെ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് അങ്ങോട്ട് ചേർത്തെടുക്കാം. അപ്പോൾ ചെറുനാരങ്ങ ഒക്കെ ചേർത്തിട്ട് ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ കൈൻ്റെ ഇടയിൽ കുറച്ച് ഓയിൽ വരട്ടുക. എന്നിട്ട് ഇതെടുക്കുക. നമ്മൾ കൈൻ്റെ അടി വെച്ചിട്ട് തന്നെ പരത്തി കൊടുക്കുക. കണ്ടോ, ഇനി ഒന്നും കൂടെ പരത്തിയെടുത്താൽ നല്ലൊരു സ്നാക്കാണിത്. ഇപ്പോൾ 2 പരത്തിയെടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഈ ചെമ്മീൻ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. കണ്ടോ, ഒരു ക്രഷ് ആവാത്ത ചെമ്മീൻ കുഴപ്പമില്ല. കണ്ടോ, ഒന്ന് ഷേപ്പാക്കി കൊടുക്കാം. ഇതുപോലെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ ഒന്ന് കയ്യിൽ വെക്കുക, പരത്തിയെടുക്കുക. കണ്ടോ, ചെമ്മീൻ എടുക്കുക, വെച്ച് കൊടുക്കുക, ഒന്നും കൂടെ പരത്തിയെടുക്കുക. പിന്നെ നേരെ വെച്ച് കൊടുക്കുക, അടച്ചു കൊടുക്കുക. ഇതുപോലെ ഞാൻ 2-3 കൂടി ഉണ്ട്, അത് ഉണ്ടാക്കിയെടുക്കാം. ഓയിൽ നല്ല ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഉണ്ടാക്കി വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. മുരിഞ്ഞ് വെച്ചാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു വശം മുരിഞ്ഞ് വന്നിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി 2 വശം മുരിഞ്ഞ് നമുക്ക് എടുക്കാം. ഇപ്പം നമ്മൾ തിരിച്ചിട്ട വശം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അടുത്തത് ഇട്ട് കൊടുക്കാം. എണ്ണ കുടിക്കുന്നൊന്നും പേടിക്കണ്ട കേട്ടോ. ഇത് മരിയിട്ടെ. അപ്പോൾ നമ്മളെ പൊരിച്ചതൊക്കെ അവിടെ കുറഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ നല്ല ചായ ഉണ്ടാക്കി കുടിക്കാൻ പറ്റും. നല്ല ടേസ്റ്റ് ഉണ്ടാവുക. തീരെ എണ്ണ കുടിക്കുകയൊന്നുമില്ല. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. നല്ല മുരിയിച്ചിട്ട് എടുക്കാവുള്ളൂ. എടുക്കുമ്പോൾ ഉണ്ടോ നല്ലൊരു കളർ വരും. നല്ല മുരിഞ്ഞ് വരുമ്പോൾ എന്നിട്ട് നല്ല ചൂടോടുകൂടെ കഴിക്കണം. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.